Hi friends, welcome back to our channel World of Tailor Bird ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് ഇന്നലെ ഒരു സ്റ്റാർ ചെയ്തല്ലേ, ഇപ്പൊ ക്രിസ്മസ് ഈവാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡിസംബർ ആയതുകൊണ്ട് നമ്മൾ സ്റ്റാർ ഇന്നലെ ചെയ്തു. അപ്പോൾ അതൊക്കെ എല്ലാവരും ചെയ്ത് ഹാങ് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു, ലൈറ്റൊക്കെ വെച്ചിട്ട്. അപ്പം ഇനി നമുക്കിന്ന് ഒരു ക്രിസ്മസ് ബെല്ല് ചെയ്യാം. അതിനായിട്ട് ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്, ഒരു CD എടുത്തിട്ടുണ്ട്, സർക്കിൾ റൗണ്ട് ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഗ്ലൂ ഒക്കെ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്, സിസേഴ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് തുടങ്ങാം. എടുത്തിട്ട് പേപ്പറിന്റെ മേലെ വെച്ചിട്ട് ആ പേപ്പറിനകത്ത് നമുക്ക് ഒരു സർക്കിള് വരച്ചു കൊടുക്കാം. എന്നിട്ടത് കട്ട് ചെയ്തെടുക്കണം. ആ സർക്കിള് നമുക്ക് കട്ട് ചെയ്യാം. ഇനി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ ഹാഫേ വേണ്ടോ. അപ്പോൾ ഈ ഹാഫ് നമുക്കൊന്ന് മടക്കി വെക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഏതാണോ ഫോം എടുക്കുന്നത് അതിൻ്റെ അകത്ത് ചെയ്ത്, ഇപ്പം ഞാൻ ഉപയോഗിച്ച ഫോം തന്നെയാണ്, ഫോം ഷീറ്റ് തന്നെയാണ്, ഇത് ഉപയോഗിച്ചതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഈ ഹാഫ് സർക്കിള് കട്ട് ചെയ്തെടുക്കാം. ഹാഫ് സർക്കിൾ ഇങ്ങനെ വെക്കുക, എന്നിട്ട് നമുക്കിവിടെ കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡ് വരച്ചു കൊടുക്കാം. ഇവിടെ വരച്ചു കൊടുക്കാം. ഇവിടെ നമുക്ക് ഇങ്ങനെ വരച്ചിട്ട് പെൻസിൽ വെച്ചിട്ട് ഞാൻ വരയുന്നുണ്ട്. വരച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. വരച്ചു വെച്ചു. ഇനി നമുക്ക് ഈ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് മാറ്റി വെക്കാം. ഇനി ഹാങ്ങിങ്ങും ക്ലാപ്പറും ഒക്കെ കട്ട് ചെയ്യണം. അതിനായിട്ട് ചെറിയ നേരൊരു ഇങ്ങനെ ഒരു റിബണ് പോലെ കട്ട് ചെയ്തെടുക്കുക. നേരെ ഒരു റിബണ് പോലെ കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ റെഡിൻ്റെ അകത്തുനിന്നാണ് കട്ട് ചെയ്യുന്നത്. റെഡ് ഒരു പേപ്പറിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെയുള്ളൊരു നേരൊരു സ്ട്രിപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ട് ഇത് ക്ലാപ്പറും ഹാങ്ങിങ്ങും കൂടി ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് മടക്കി വെച്ചിട്ട് നമ്മൾ ഈ അറ്റത്ത് ഞാൻ സിൽവർ കളറിന്റെ ഒരു രണ്ട് പീസ് കട്ട് ചെയ്തിട്ട് ഇതൊന്ന് ചുറ്റി കൊടുത്തിട്ടാകുമ്പോൾ നമുക്ക് ഒരു ക്ലാപ്പർ ഉണ്ടാക്കാം. അതിനായിട്ട് 2 പീസും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ഗ്ലൂ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. ഇടയ്ക്ക് ഗ്ലൂ ആക്കുക. അത് പറഞ്ഞു തരണ്ടല്ലോ, അതെല്ലാവർക്കും അറിയാം. ഇങ്ങനെ ഗ്ലൂ ആക്കിയിട്ട് നമുക്കൊന്ന് ഇങ്ങനെ ചുറ്റി കൊടുക്കും. അതേപോലെ 2 സൈഡിലും ചെയ്ത് കൊടുക്കുക. അമർത്തിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് അമർത്തി പിടിക്കുക. അപ്പോൾ ഒന്ന് ഒട്ടിക്കോളൂ. അപ്പം ഇവിടെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. അതേപോലെ മറ്റേ സൈഡും ഒട്ടിച്ചു കൊടുക്കുക. 2 സൈഡും ആ ക്ലാപ്പർ ഒട്ടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ സെന്റർ കണ്ടുപിടിക്കണം. സെന്റർ കണ്ടുപിടിക്കാൻ അങ്ങനെ ഫോൾഡ് ചെയ്ത് നമുക്കൊന്നിവിടെ മാർക്ക് ചെയ്ത് വെക്കാം. ഇവിടെയാണ് സെന്റർ. അപ്പോൾ ഒന്ന് പെൻസിൽ കൊണ്ട് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി ഇത് രണ്ടും കൂടെ വെച്ച് ഇതിന് കണക്കായിട്ട് വെക്കുക. എന്നിട്ട് ഇവിടെയും കുറച്ച് ഗമ്മ് പേസ്റ്റ് ചെയ്ത് ഇവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. ഇവിടെ ഒന്ന് ഗ്ലൂ ഒന്ന് കുറച്ച് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഒന്ന് ഇത് രണ്ടും കൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ഒന്ന് ഒട്ടി നിന്ന്. ഇനി ഇതും ഒട്ടിക്കണം. ഇവിടെ നമുക്ക് അതേപോലെ ഇവിടെ ഒന്ന് ഗ്ലൂ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം.
ഒട്ടിച്ചു കൊടുക്കുക. ഉണ്ടോ? ഇവിടെ ഒന്ന് കുറച്ച് സമയം പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അതവിടെ അങ്ങ് ഒട്ടിക്കും. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അതിന്റെ ബോർഡർ വെച്ച് കൊടുക്കണം. ബോർഡറിനായിട്ട് ഞാൻ റെഡ് കളർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ കുറച്ച് ഇവിടെ ഞാൻ കട്ട് ചെയ്ത് വിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ വേസ്റ്റ് ആവാതെ ഇങ്ങനെ വെച്ചിട്ടൊരു പീസ് വരച്ചെടുക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പീസ് അധികം വേസ്റ്റ് ആവാതെ നോക്കുക. ഇതേപോലെ അങ്ങ് വരക്കുക. നേരത്തെ നമ്മള് സർക്കിൾ ഹാഫ് ആക്കിയിട്ട് ഫോൾഡ് ചെയ്തില്ലേ, അതേപോലെ ഇതിപ്പോ ഞാൻ ഇത്ര വരച്ചു. ഇനി നമുക്ക് ഇത്രയാണ് വേണ്ടത്. അപ്പൊ അതിനനുസരിച്ചിട്ട് എങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. വരച്ച് നമുക്ക് അവിടുന്ന് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നമുക്ക് ഈ പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഷേപ്പ് കട്ട് ചെയ്ത് നമുക്ക് വേഗം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്താൽ ഒന്ന് നമ്മൾ ആ ഭാഗം ഒന്ന് ഇങ്ങനെ വലിച്ചു കൊടുക്കണം. അപ്പൊ അതിനേക്കാൾ നല്ല ഈ ഷേപ്പ് എനിക്ക് ഉണ്ടായിരുന്നു അതിന്റെ പീസ്. അപ്പൊ അതുകൊണ്ട് ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു. അപ്പൊ ഇത് സ്റ്റിക്കർ ഉള്ളതാണ്. അപ്പൊ നമുക്ക് അത് ആ സ്റ്റിക്കർ എടുത്തിട്ട് സ്റ്റിക്കർ ഒന്ന് പറിച്ചെടുത്ത് നമുക്ക് അവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെ ഒന്ന് ഈ ഭാഗം വലിയ ഭാഗം താഴേക്കാക്കി വെക്കുക. എന്നിട്ട് ഇവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കും. ആ ഭാഗം പറിച്ച് ഇങ്ങനെയാകുമ്പോൾ നമുക്ക് നീറ്റായിട്ട് ഒട്ടിക്കാൻ പറ്റും. അല്ല സ്ട്രെയിറ്റ് പീസ് ആണെങ്കിൽ നമുക്ക് ഒട്ടിക്കാൻ കുറച്ചൊരു പ്രയാസം ഉണ്ടാവും. അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. നല്ല വൃത്തിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ളത് വെച്ചിട്ട് ബാക്കി ഒന്ന് വേണമെങ്കിൽ കട്ട് ചെയ്ത്. ബെല്ലങ്ങോട്ട് റെഡിയായി ഉണ്ടാ. ഇനി നമ്മള് അഥവാ ഇനി നിങ്ങൾക്ക് ഈ പിന്നെ ഗമ്മില്ലാത്ത ഫോം ഷീറ്റ് ആണെങ്കിൽ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് പീസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് കുറച്ചൊന്ന് ഈ സൈഡ് കുറച്ചൊന്ന് വലിച്ചു കൊടുക്കുക. ഉണ്ടാ. അപ്പൊ ആ സൈഡ് കുറച്ച് വലിഞ്ഞു കിട്ടും. അപ്പൊ നമുക്ക് കുറച്ചൊന്ന് ഇടാ, ഒന്ന് ഈ ഭാഗം ചെറുതും ആ ഭാഗം മാത്രം വലിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒട്ടിക്കുമ്പോൾ ഇങ്ങനെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. ഉണ്ടാ. ഈ ഭാഗം ഈ ഷേപ്പില് വരും. കുറച്ച് വലിച്ചു കൊടുത്തു. ഇതിപ്പോ എന്റെ കയ്യിൽ ഇങ്ങനെ റൗണ്ട് മുറിക്കാൻ അവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ മുറിച്ചു തന്നു. അപ്പൊ ഈ രണ്ടിതിലും നിങ്ങൾക്ക് ചെയ്യാം. ഈ സൈഡ് വേണ്ട, ഒരു സൈഡ് മാത്രം ഇങ്ങനെ വലിച്ചു കൊടുക്കുക. അതൊന്നും എല്ലാവരും മനസ്സിലാക്കുക. ഇനി നമുക്ക് ബോക്ക് വേണം. ബോക്ക് ഞാൻ റെഡ് തന്നെയാണ് എടുക്കുന്നത്. അത് ബോ ചെയ്യാൻ സ്ക്വയർ പീസ് എടുത്തിട്ടുണ്ട്, കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അത് നമുക്ക് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. ഇവിടെ ഒന്ന് നേരെ ഇങ്ങനെ മടക്കി ഇനി ഈ സൈഡ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കും. രണ്ട് സൈഡും ഫോൾഡ് ചെയ്യാം. നമുക്ക് അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഫുള്ളായിട്ട് കട്ട് ചെയ്യരുത്. രണ്ട് ലൈൻ ഉണ്ടല്ലോ, ഇവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലൈനിൽ ഇവിടുന്ന് ഇത്ര വരെ മാത്രം കണ്ടോ, കുറച്ച് അവിടെ വെച്ചിട്ട് ഇത്ര വരെ മാത്രം കട്ട് ചെയ്യാം. അതേപോലെ ഈ സൈഡും രണ്ട് സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് പിന്നെ ഇവിടെയും കട്ട് ചെയ്യാം, ഇവിടെയും കട്ട് ചെയ്ത് കൊടുക്കാം. എന്റെ 4 സൈഡും കട്ട് ചെയ്ത് കുറച്ച് ഭാഗം മാത്രം അവിടെ വെച്ചു അല്ലേ. ഇനി ഇവിടുന്ന് ബോന്റെ താഴെയുള്ള ഭാഗം ഒന്നിങ്ങോട്ട് കട്ട് ചെയ്യാം. അത് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുക. ഇപ്പുറത്തെ ഭാഗം സ്ട്രെയിറ്റ് ആയിട്ടും കട്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനു വേണ്ടിയിട്ടാണെന്ന്. അപ്പൊ എല്ലാം ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കണ്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം അല്ലേ. ഇതിനേക്ക് ഒട്ടിക്കണം, അങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. നമുക്ക് നോക്കാം. ഇനിയിപ്പോ ഇതങ്ങ് കുറച്ച് കളിയാണ്. ഇതിന്റെ പേപ്പർ അങ്ങോട്ട് അഥവാ മനസ്സിലായില്ലെങ്കിൽ ഒന്ന് നിങ്ങൾ റീഅടിച്ച് നോക്കുക. പോസ് ചെയ്ത് നോക്കിയിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ഇതിപ്പോ ഞാൻ ചെയ്യുന്ന ഒന്നും കൂടെ നോക്കുക. ഇനി നമുക്ക് ഈ ഭാഗം ഒന്ന് ഇതിന്റെ അറ്റം ഇവിടത്തേക്കൊന്ന് മടക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. കണ്ടോ, അതേപോലെ ഇവിടുന്ന് ഇവിടത്തേക്കും ഒട്ടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇനി ഇതേപോലെ ഗമ്മില്ലാത്ത പേപ്പർ ആണെങ്കിൽ നിങ്ങൾ അവിടെ സൈഡിൽ ഗമ്മാക്കി കൊടുത്താൽ മതി, അത്രയേ ഉള്ളൂ. ഇതിപ്പോ ഗമ്മുള്ള പേപ്പർ ആയതുകൊണ്ട് മാത്രം ഇതിങ്ങനെ ഒട്ടിക്കാൻ പറ്റുന്നുണ്ട്. ഉണ്ടോ, ഇത്രയും ചെയ്തു. ഇനി ഈ രണ്ടെണ്ണം ഉണ്ടല്ലോ താഴത്തത്, അതിങ്ങനെ മുകളിലേക്ക്
കൊണ്ടുപോയിട്ട് അവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. 2 ഭാഗവും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും നേരെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ളത് ഇത് മുകളിലേക്ക് കൊണ്ടുവരിക. മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് ഇത് ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. കെട്ടിക്കൊടുക്കുക മീൻസ് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അഥവാ ഞാൻ പറഞ്ഞു ഗമ്മില്ലാത്തതാണെങ്കിൽ നിങ്ങളവിടെ കുറച്ച് ഗമ്മ പേസ്റ്റ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമ്മള് ബോ റെഡിയായി. ബോ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബോ ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം അല്ലേ. അതിനായിട്ട് ഇവിടെ ഗ്ലൂ കുറച്ച് ഉണ്ടാവും. ഈ ഗ്ലൂ ഗണ്ണിന്റെ ഗ്ലൂ തന്നെയാണ്. അതാകുമ്പോൾ നമുക്ക് വൃത്തിയിൽ നിൽക്കും. മറ്റുള്ളത് കുറച്ച് ഒട്ടാൻ പ്രയാസമുണ്ടാവും. അപ്പോൾ ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. കണ്ടോ, നമ്മള് അടിപൊളി ബെല്ല് റെഡിയായി. ഇനി നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം ബെല്ലിന്. അതിനായിട്ട് ഗ്രീൻ പേപ്പറോ അല്ലെ ഗ്രീൻ എന്തെങ്കിലും ഫ്ലവേഴ്സ്, റെഡ് ഫ്ലവേഴ്സ് പോലെയോ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതൊക്കെ ബെല്ലൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ ക്രിസ്മസ് ട്രീയുടെ മേലെ എല്ലാവർക്കും ഒന്ന് ഹാങ് ചെയ്തിടാം. എല്ലാവരും ഒന്ന് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കും. അത് ഞാൻ കാണിച്ചു തരാം അടുത്ത വീഡിയോയില്. അപ്പൊ അതിന്റെ മേലെ നമുക്ക് ഇതൊക്കെ ഹാങ് ചെയ്തിടാം. ഇതിപ്പോ ഇതന്നെ വേണ്ട, ഗ്ലിറ്റർ പേപ്പർ തന്നെ, ഗ്ലിറ്റർ ഫോം ഷീറ്റ് തന്നെ വേണ്ട. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും കളർ പേപ്പർ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇങ്ങനെ ഒരു ബെല്ലാക്കി ഇടാം. അതിൻ്റെ അകത്ത് കുറച്ച് എന്തെങ്കിലും സീക്വൻസോ അല്ലെങ്കിൽ ഗ്ലിറ്ററോ എന്തെങ്കിലും ഇട്ട് കൊടുത്താലും മതി. അപ്പൊ എല്ലാവരും ഒന്ന് ഇത് ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണല്ലോ അല്ലേ ഈ ബെല്ലൊക്കെ. ഉണ്ടോ, ഒരുമിച്ച് നമുക്ക് വെച്ചിട്ട് ഒന്നിങ്ങനെ ഹാങ് ചെയ്ത് കൊടുക്കാൻ. എന്തൊരു ഭംഗിയായത് കാണാൻ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യോ, ഷെയർ ചെയ്യോ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യോ. താങ്ക് യു.